പണ്ട് ആരോടൊക്കെയോ ഉള്ള വാശി തീർക്കുന്നത് പോലെ ഷാഫി പറമ്പിൽ കൊണ്ടിറക്കിയതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഷാഫിയുടെ ഒറ്റ നിർബന്ധത്തിൽ വന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെ. അല്ലാതെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ പ്രവർത്തിച്ച് വലിയ പരിചയമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് വലിയ പരിചയങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേപോലെ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായിട്ട് പിഷാരടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് ഷാഫി പറമ്പിൽ. ഇത് നേരത്തെ മുതലേ ഉണ്ട്. പിഷാരടി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് എത്തും, പലയിടത്തും എത്തും. നേരത്തെ മുതൽ എനിക്ക് തോന്നുന്നു, നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതലേ ഈ ഒരു പേര് കേൾക്കുന്നുണ്ട്, സ്ഥാനാർത്ഥിയായിട്ട് എത്തും എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഏതാണ്ട് തീരുമാനമായി. ആദ്യത്തെ പട്ടിക പുറത്തു വന്നപ്പോ തന്നെ പിഷാരടിയുടെ പേരുണ്ട്, പാലക്കാടാണ് എന്നും പറയുന്നു. എങ്ങനെ നമുക്ക് ഇതിനെ കാണാം? ഇപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയിൽ ശക്തിമത്തായ ഒരു വിഭാഗമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം തുടക്കത്തിൽ തന്നെ നമുക്കറിയാം, അവിടെ 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ വലിയ ശക്തനായ, അതിന് മുമ്പ് തന്നെ ഒരു LDF കോട്ട UDF പിടിച്ചെടുക്കുകയും അങ്ങനെ ഷാഫി പറമ്പിൽ അത്യാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ E. ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തേക്ക് വന്നു. LDF പ്രാധാന്യം അവിടെ പാലക്കാട് മണ്ഡലത്തിൽ കുറഞ്ഞു വരികയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിനാണ് ശരിക്കും ഷാഫി പറമ്പിൽ പാലക്കാട് മണ്ഡലം പിടിച്ചത്. പക്ഷെ കേരളം എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന മത്സരം കൂടിയായിരുന്നു. കാര്യം ഷാഫി പറമ്പിൽ അവിടെ ജയിക്കണം, കാര്യം വീണ്ടും ഒരു സീറ്റ് കൂടി അവർക്ക് കിട്ടുന്നു എന്ന് പറയുന്ന, BJPക്ക് കിട്ടുന്നു എന്ന് പറയുന്ന ഒരു വലിയ സവിശേഷമായ സാഹചര്യം. അതോടൊപ്പം തന്നെ ഈ ശ്രീധരൻ അവിടെ MLA ഓഫീസ് വരെ തുടങ്ങി. അങ്ങനെ വലിയൊരു സവിശേഷമായ സാഹചര്യമായിരുന്നു അന്ന് ശരിക്കും പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഇദ്ദേഹം ഈ ശ്രീധരൻ പരാജയപ്പെടുകയും ഷാഫി പറമ്പിൽ നേരിയ ഒരു മാർജിൽ ജയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോകുന്നത്. അവിടെ ശൈലജ ടീച്ചറിനെതിരായി മത്സരിക്കുന്നു, അവിടെ നിന്ന് ജയിക്കുന്നു, പോകുന്നു. അപ്പോഴും ഷാഫി പറമ്പിൽ പറയുന്നത് തൻ്റെ ഒരു നോമിനി അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് ഷാഫി ആഗ്രഹിക്കുന്നത്. ഷാഫി പട്ടാമ്പി സ്വദേശിയാണല്ലോ. അപ്പോൾ അങ്ങനെ അടൂർ സ്വദേശിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാടേക്ക് പരിഗണിക്കുകയും വാശിയോടുകൂടി അവിടെ നിർത്തി വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പൊ ഷാഫിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ന്യൂനപക്ഷ പിന്തുണ പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്തിക്കാൻ ഷാഫി പറമ്പിലിന് സാധിച്ചു എന്നുള്ളതാണ് തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. തന്നെയുമല്ല, P. സരിന്റെ മാറ്റമൊന്നും കോൺഗ്രസ് പാർട്ടിയെ വലുതായിട്ട് ബാധിച്ചില്ല. അതോടൊപ്പം തന്നെ C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയും കൂടി വന്നു കഴിഞ്ഞപ്പോഴും, അതോടൊപ്പം കൃഷ്ണകുമാറിനെതിരായി ഇതിനകത്ത് നടന്ന ഒരു വലിയ BJPക്കുള്ളിൽ നടന്ന ഒരു വലിയ പടയൊരുക്കം, അല്ലെങ്കിൽ ഒരു എതിർവികാരം, അതോടൊപ്പം പിന്നെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള യാത്ര, ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ BJP കുറച്ചൊന്ന് പ്രതിരോധത്തിലായി. അതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാൾക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ നല്ലൊരു മാർജിനിൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞത് നമുക്ക് കാണേണ്ടി വരും. അപ്പൊ ഇതെല്ലാം കഴിയുമ്പോഴാണ് അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത്, വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എത്തുന്ന സാഹചര്യം കൂടി വരുമ്പോൾ ഇവിടെ പിഷാരടി എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുന്നു. പൊതുവിൽ ഈ പിഷാരടി എന്ന് പറയുന്ന കോട്ടയം സ്വദേശിയായ ഒരു സ്ഥാനാർത്ഥി അവിടേക്ക് വരുന്നു. ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് പിഷാരടി ഒരിക്കലും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ പാലക്കാടുകാർക്ക് ഇങ്ങനെ കെട്ടിയിറക്കുന്ന കുറെ അധികം ആൾക്കാരെ കൊടുത്താൽ മതിയോ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിലോ മുന്നൊരു MLA ആയിട്ടിരുന്നുള്ള പ്രാവീണ്യമോ പരിചയമൊന്നുമില്ല. ആ പരിചയക്കുറവ് തന്നെ രാഹുൽ മാങ്കൂട്ടം പിന്നീട് കാണിച്ച ചില തോന്നിവാസങ്ങൾ നമുക്ക് എല്ലാവരുടെയും കൺമുമ്പിൽ എല്ലാവരുടെയും ഉണ്ട്. കാര്യം സ്ത്രീ പീഡന കേസിലേക്ക് അദ്ദേഹം പോകുന്നു, അദ്ദേഹം ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ദുരിതാശ്വാസ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തട്ടിപ്പ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി അവിടെ പ്രവർത്തിച്ച കുറെ അധികം കാര്യങ്ങളാണ്. അപ്പം വീണ്ടും ഒരാളെ കൊണ്ട് ഇറക്കുമ്പോൾ ഈ പിഷാരടിയെ പോലെ ഒരാൾക്ക്, പിഷാരടിക്ക് ഒരു രാഷ്ട്രീയ പാരമ്പര്യമൊന്നുമില്ല. അദ്ദേഹം രണ്ടിടത്തും അധികാരമില്ലാതിരുന്നിട്ട് ഞാൻ കോൺഗ്രസ്സുകാരനായി നിന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പിഷാരടിയുടെ. എന്നിരുന്നാൽ തന്നെയും ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പിഷാരടിക്ക് എത്രത്തോളം പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനോ ക്രോഡീകരിക്കാനോ കഴിയും എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. തന്നെയുമല്ല, ഷാഫി പറമ്പിൽ പാലക്കാട് കോൺഗ്രസിനെ ഷാഫി പറമ്പിൽ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു രീതി കൂടി അതിനകത്തുണ്ട്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും പിഷാരടി അവിടെ മത്സരിക്കണമെന്ന് തന്നെയാണ്. അതായത് തൻ്റെ പിൻഗാമിയായി
ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിന് പിഷാരടിയെ അവതരിപ്പിക്കണം എന്ന് പറയുന്ന ഒരു രീതി കൂടിയുണ്ട്. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇനി അതല്ല, അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന സ്ഥാനാർത്ഥി അല്ല അവിടെ, അല്ലെങ്കിൽ പിഷാരടി അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ മറിച്ച് ഞാൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മത്സരിക്കും എന്നൊരു ഭീഷണി കൂടി ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തുന്നതായിട്ടാണ് സൂചനകൾ വരുന്നത്. അപ്പം നിലവില് രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫി പറമ്പിലിന്റെയും ഒറ്റക്കെട്ടായിട്ടുള്ള താല്പര്യത്തിന്റെ പുറത്താണ് ശരിക്കും ഇദ്ദേഹത്തെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്, പിഷാരടിയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ അണികൾ മനസ്സിലാക്കണ്ടേ ഈ ഒരു കാര്യം, അതായത് ഇങ്ങനെയുള്ളവരെ ശരിക്കും സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് എന്നുള്ളത്. ഇവർക്ക് ശരിക്കും പാലക്കാടുള്ള DCCയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം. ഇപ്പം DCC പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റ് കെ മുരളീധരനെ പോലെ ഒരു സ്ഥാനാർത്ഥിയാണ് അവർക്ക് വേണ്ടത്. കാര്യം പാലക്കാട് ഇതുവരെ കഴിഞ്ഞ ഒരു പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അധികാരത്തിൽ കയറിയതിന് ശേഷം ഇപ്പൊ ഷാഫി പറമ്പിൽ നോക്കൂ, ഷാഫി പറമ്പിൽ അവിടെ കയറിയിട്ട് പുള്ളിക്കാരന് ഷാഫിക്ക് ഒരു MP ആയി പോകണമെന്ന് കണ്ടപ്പോൾ പാലക്കാട്ടുകാരെ തഴഞ്ഞിട്ട് പുള്ളി വടകരയിൽ പോയി നിന്നുകൊണ്ട് ജയിച്ച് കയറുകയാണ് ചെയ്തത്. അതിനുശേഷം വേറൊരാളെ കൊടുത്തിട്ട് എന്റെ പിന്മുറക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തു. അവിടുത്തെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിപ്പിച്ചു. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം അവിടുത്തെ MLA ആണ്, കാര്യം ശരിയാണ്. പക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എത്ര കേസുകൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വയനാട് ഫണ്ട് തട്ടിപ്പ് കേസ് ഉൾപ്പെടെ പിന്നീട് വന്ന സ്ത്രീ പീഡന ആരോപണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പിന്നെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നതെന്ന് വേണേ പറയാം. അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി വീണ്ടും ഒരു എന്താ പറയാ ഒരു ഹാബിച്വൽ ഒഫൻഡർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളെ ഷാഫി പറമ്പിൽ അവർക്ക് സംഭാവന ചെയ്തിട്ട് പോകുന്നു. വീണ്ടും വരുന്നത് പിഷാരടിയെ പോലെ ഒരാൾ. നാളെ ഇതിൽ നിന്ന് എന്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ പാലക്കാടുകാർ സ്വാഭാവികമായി സംശയം ഉന്നയിച്ചാൽ നമുക്ക് തെറ്റു പറയാൻ കഴിയില്ല. പിന്നെ തന്നെയുമല്ല, അവർക്ക് പാലക്കാടുള്ള DCCയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കെ മുരളീധരൻ മത്സരിക്കുന്നതാണ് അവർക്ക് താല്പര്യം. ആ സമയത്തും, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കാൻ തുടങ്ങുന്ന സമയത്ത് പോലും അവിടെയുള്ള പാലക്കാടുകാരുടെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു നേതാവ് പാലക്കാട് നമ്മുടെ കെ മുരളീധരൻ തന്നെയാണ്. കെ മുരളീധരൻ അവിടെ വന്ന് മത്സരിച്ചാൽ എന്തുകൊണ്ട് കെ മുരളീധരനെ വിജയിപ്പിക്കാൻ പാലക്കാടുകാർ തയ്യാറാകുമെന്നുള്ളതാണ്. അവിടെ ഇനി BJP എത്ര ഇറങ്ങി വന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ CPM എത്ര കണ്ട് പരിശ്രമിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവിടെ കെ മുരളീധരന് ഷുവർ സീറ്റായിരുന്നു നേത്. പക്ഷെ ഇവരുടെ കടുംപിടുത്തം കൊണ്ട് മാറി പിഷാരടിയിലേക്ക് പോയാണ്. നാളെ പിഷാരടി എന്ന് പറയുന്ന ഒരു ചലച്ചിത്ര താരം, അതിലൊരു നിർമ്മാതാവ്, ഒരു ടെലിവിഷൻ പ്രൊഡ്യൂസർ, ഇവരൊക്കെ നാളെ ഏത് രീതിയിൽ ജനങ്ങളെ സേവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും പറയാൻ പറ്റില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവ് അത്ര സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമേ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ അതൊരു സിറ്റി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് നമുക്കറിയാം. ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വട്ടിയൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം VK പ്രശാന്ത് എന്ന് പറയുന്ന ഒരു നേതാവിന് വലിയധികം ആ MLAക്ക് വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം മേയറായിട്ടിരുന്ന കാലം അനുസ്മരിക്കപ്പെടുന്നു. അദ്ദേഹം MLA ആയിട്ടിരിക്കുന്ന സമയത്ത് അതിനും വലിയ പ്രാധാന്യം അവിടെയുണ്ട്. അദ്ദേഹം ഈ പറയുന്ന പോലെ അവിടുത്തെ സാമുദായിക സംഘടനകളെയും അതോടൊപ്പം തന്നെ ഈ മത സംഘടനകളെയും സഭാ നേതൃത്വത്തെ അടക്കം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കൈപ്പാങ് ശരിക്കും പറഞ്ഞാൽ ഈ VK പ്രശാന്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാമുദായിക വോട്ടുകളാണെങ്കിലും ഈ സഭയുടെ പിന്തുണയിൽ വരുന്ന വോട്ടുകളാണെങ്കിലും ഇതെല്ലാം വളരെ കൃത്യമായിട്ട് VK പ്രശാന്തിലേക്ക് വരികയും ചെയ്യും. അതോടൊപ്പം ഇവിടെ കെ മുരളീധരനെ അട്ടിമറിക്കാൻ വേണ്ട ശ്രമങ്ങൾ ഈ സൈഡിൽ കൂടെ കോൺഗ്രസ്സുകാർ നടത്തുകയും ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു ഭയം പിന്നെ കെ മുരളീധരന് ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പാലക്കാട് ഇവിടെ പിഷാരടിയെ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഒരു വല്ലാത്ത ഒരു ചാൻസ് കളിക്കാനുള്ള ഒരു നീക്കമാണ് ഇവരിപ്പം കോൺഗ്രസ് ഞാൻമേക്കളി. തന്നെയുമല്ല ഈ പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വവും കഴിഞ്ഞ ദിവസം നമ്മുടെ പിന്നെ പുതിയുഗ യാത്ര പത്തനംതിട്ട ജില്ലയിൽ എത്തിയ സമയത്ത് ഉണ്ടായ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. അതായത് VK ശ്രീകണ്ഠൻ എന്ന് പറയുന്ന അവിടെ പാലക്കാട് MP-യും ഈ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഒരു ഹോട്ടലിൽ വെച്ചൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. രഹസ്യ കൂടിക്കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് അത് മാധ്യമങ്ങളിൽ വരികയും മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്തോ ഹീറോയിക് ആയിട്ടുള്ള ഡയലോഗിലിട്ട് മാധ്യമപ്രവർത്തകരുടെ വായടച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാണ്, ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് നിങ്ങൾ എന്തിനറിയണം എന്ന് പറയുന്നൊരു ചോദ്യം. രാഹുൽ മാങ്കൂട്ടവും പിന്നെ VK ശ്രീകണ്ഠനും തമ്മിൽ രഹസ്യമായി എന്തിന് കൂടിക്കാഴ്ച നടത്തണം? അവർക്ക് ഈ പറയുന്ന പോലെ അത്രത്തോളം ഹൃദയബന്ധമുള്ളവരാണെങ്കിൽ രഹസ്യമായി കൂടിക്കാഴ്ച നടത്തണം, പരസ്യമായി കൂടിക്കാഴ്ച നടത്താം അല്ലെ? ഇനി ഞങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിച്ചോളൂ. വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് ഇവിടെ ആർക്കും എതിർപ്പില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തും ഇവിടെ രാഷ്ട്രീയം സംസാരിച്ചു എന്നുള്ളതാണ്. ഞങ്ങൾ രാഷ്ട്രീയം സംസാരിക്കും, വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതിനകത്ത് വേറൊരു പ്രശ്നമുള്ള ഇവര് സംസാരിച്ച കാര്യങ്ങൾ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. ഇപ്പോൾ
അപ്പോൾ ആ ചോദ്യത്തിനകത്ത് ഇപ്പൊ നമുക്ക് മനസ്സിലായി അവിടെ സംസാരിച്ച എന്തായിരിക്കാം. VK ശ്രീകണ്ഠന് തീർച്ചയായിട്ടും ഈ രമേശ് പിഷാരടിയെ പിന്നെ രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചർച്ച ചെയ്തെന്നുള്ള കാര്യം ഇപ്പൊ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ. മാധ്യമപ്രവർത്തകർ വെറുതെ എന്തിനാ രാഹുലിനെ ചൊറിയാൻ പോകുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. കാര്യം അവന്റെ വായിൽ നിന്ന് മനുഷ്യന് കൊള്ളാവുന്ന ഒരു സാധനം വീഴില്ല. അത് പൊളിറ്റിക്സ് ആണെങ്കിലും വ്യക്തിപരമായിട്ടും എന്ന് വെച്ചാൽ ഒരു മാധ്യമപ്രവർത്തകന് കിട്ടേണ്ട ഒരു എലമെന്റ് അവന്റെ വായിൽ നിന്ന് വീഴില്ല. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്യാരക്ടർ, അങ്ങനെയാണ്. അപ്പോൾ അവിടെ ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയി. ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഏറെക്കുറെ ജനത്തിന് ബോധ്യപ്പെട്ടു. അവിടെ ആരെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകളാണ് അവിടെ VK ശ്രീകണ്ഠനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ നടത്തിയത് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പുറത്തു നിന്ന് കളിക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടിക്ക് പുറത്താണ് എന്ന് പറയപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നേതാവിന് പുറത്തു നിന്നുകൊണ്ട് പോലും പാലക്കാട് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നീക്കങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായി നമുക്ക് ഈ കൂടിക്കാഴ്ചയിൽ തന്നെ നോക്കിക്കാണാം. ഈ കൂടിക്കാഴ്ചയെ മാത്രമല്ല രമേശ് പിഷാരടി ഈ സ്ഥാനാർത്ഥിത്വത്തെ നോക്കിക്കാണാൻ സാധിക്കും. അത്രത്തോളം ഹോൾഡ് ഉള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്തുകൊണ്ടാണ് ഈ ഹോൾഡ് ഉണ്ടായെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. അത് പിന്നീട് ഈ പറയുന്ന പോലെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ടതും അന്വേഷിക്കപ്പെടേണ്ടതുമായ കാര്യമാണ്. അതായത് കോൺഗ്രസിനോട് സ്നേഹമുള്ള ഈ നാട്ടിലെ സാധാരണ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും വേണം. ഇപ്പം രമേശ് പിഷാരടി അവിടേക്ക് എത്തുമ്പോൾ അവിടെ പ്രാദേശിക തലത്തിൽ കുപ്പായം തയ്പ്പിച്ചു വെച്ചിരുന്ന പലർക്കും ഉണ്ടാകുന്ന ഒരു തിരിച്ചടി കൂടിയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുന്ന സമയത്തും അവിടെ പ്രാദേശിക തലത്തിൽ MLA ആവാൻ വേണ്ടി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരുന്ന പല നേതാക്കന്മാർക്കും കനത്ത തിരിച്ചടി സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു കനത്ത തിരിച്ചടി ഇവിടെ പിഷാരടി എത്തുന്ന സമയത്തും അവിടെയുള്ള പ്രാദേശിക നേതാക്കന്മാർക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇത് അവർ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പൊ ആലോചിക്കുക, പാലക്കാട് നേതാക്കന്മാരില്ലാഞ്ഞിട്ടാണോ അടൂരിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കുന്നത്? ഇല്ല. അപ്പൊ ഷാഫി പറമ്പിൽ പോയിട്ട് പട്ടാമ്പി സ്വദേശിയാണെന്ന് പറയാം. പിന്നീട് കോട്ടയത്തു നിന്ന് ഒരാളെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പോയിട്ടൊക്കെ വന്ന പിഷാരടി കോട്ടയം സ്വദേശിയാണ്. അത് എറണാകുളത്ത് സ്ഥിരതാമസമാണെങ്കിൽ തന്നെയും ഈ പിഷാരടി എന്ന് പറയുന്ന ഒരു വാല് കിടക്കുന്നതുകൊണ്ടും എല്ലാം അദ്ദേഹത്തിന് പാലക്കാടുകാരെ അത് അംഗീകരിക്കണമെന്നില്ല. അവിടെ സ്വാഭാവികമായിട്ടും അവിടെ പ്രാദേശിക നേതാക്കന്മാരെന്താ ഇല്ലേ? അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് മത്സരിപ്പിക്കാൻ ഒരു നേതാവ് ഇല്ലാത്തതുകൊണ്ടാണോ പിഷാരടിക്ക് വീണ്ടും സാധ്യത കൊടുക്കുന്നത് എന്നൊക്കെ ഒരു വേറൊരു ചോദ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും ഒരു രാഷ്ട്രീയ മാറ്റം അവിടെ ഉണ്ടാകുമോ? ഇനിയിപ്പോ ശോഭാ സുരേന്ദ്രനും അതിന്റെ പേരാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ശോഭാ സുരേന്ദ്രന് പക്ഷെ അവിടെ ഒരു എതിർ ഗ്രൂപ്പ് ശോഭാ സുരേന്ദ്രനെതിരായിട്ട് ഇപ്പം പാലക്കാട് BJP-യിൽ C കൃഷ്ണകുമാർ സഹിതം ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ C കൃഷ്ണകുമാർ എന്ന് പറഞ്ഞാൽ K സുരേന്ദ്രന്റെ ആളാണല്ലോ. അപ്പൊ C കൃഷ്ണകുമാറിന് അവിടെ ആര് മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശോഭയെ മത്സരിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ശോഭയെ പരാജയപ്പെടുത്താൻ അവിടുത്തെ BJP-ക്കാർ തീരുമാനം എടുക്കുകയും ചെയ്യും. ഇവിടെ അവിടെ വലിയ BJP-ക്കുള്ളിലും വലിയ വിഭാഗീയതയുണ്ട്. ഒരു ശോഭാ സുരേന്ദ്രൻ പക്ഷവുമുണ്ട്, സുരേന്ദ്രൻ പക്ഷവുമുണ്ട്. അപ്പൊ ഈ രണ്ട് പക്ഷങ്ങളും അവിടെയും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇനി കോൺഗ്രസ്സുകാരെല്ലാം കൂടെ അടപടലം മറിച്ച് ഇപ്പൊ P സരിന്റെ പേരാണ് അവിടെ പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ P സരിൻ മുൻ കോൺഗ്രസ് നേതാവ് കൂടി ആയതുകൊണ്ടും പാലക്കാടുകാരനായതുകൊണ്ടും ഈ വോട്ട് ഇങ്ങോട്ട് കേന്ദ്രീകരിക്കുമോ എന്നുള്ളതും വീണ്ടും നമ്മൾ എന്താ പറയാ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ടാണെങ്കിലും ഈ പറയുന്ന സ്വന്തം നേതാക്കന്മാരെ അല്ലെങ്കിൽ സ്വന്തം പ്രാദേശിക നേതാക്കന്മാരെ വെട്ടി നിർത്തിക്കൊണ്ടുള്ള ഈ ഒരു തീരുമാനം എന്താണെങ്കിലും ഒരുപക്ഷെ കോൺഗ്രസിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.